അറപ്പുളവാക്കുന്ന ഭാഷാ പ്രയോഗവുമായി വീണ്ടും നടൻ വിനായകൻ. ഗായകൻ യേശുദാസിനെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും പരാമർശങ്ങൾ, അതും അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പരാമർശങ്ങൾ പോസ്റ്റാണ് ഇന്ന് ഏറ്റവും ഒടുവിലെത്തത്. അസഭ്യം പറഞ്ഞുള്ള പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. അന്തരിച്ച VS-നെയും ഉമ്മൻചാണ്ടിയെയും ഉൾപ്പെടെ നേരത്തെ അധിക്ഷേപിച്ച ചരിത്രം കൂടി ഉണ്ട് വിനായകന്. BB വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും നമ്മുടെ ചാനലിൽ കൂടി കാണിക്കാൻ, പൊതുജനങ്ങളെ കാണിക്കാൻ പോലും സാധിക്കില്ല, അത്രത്തോളം അശ്ലീലമാണ്. ശരിക്കും ഇയാൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, വിനായകൻ്റെ ഒരു രീതിയും സംസ്കാരവും ഒക്കെ പല കുറി കണ്ടിട്ടുള്ളതാണ്. എതിരഭിപ്രായം പറയണമെങ്കിൽ അത് വളരെ നല്ല ഭാഷയിൽ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ ആ കോൺക്ലേവിനുള്ളിൽ നിന്ന് തന്നെ സ്ത്രീകളടക്കമുള്ളവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ന്യായമായും സഭ്യമായും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പൊതുസമൂഹം ഏറ്റെടുത്തു. രണ്ട് തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനിടെയാണ് വിനായകൻ വീണ്ടും ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനോ അല്ലെങ്കിൽ നമുക്കിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാൻ കഴിയുന്ന വാക്കുകളോ അല്ല വിനായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചത്തെറി എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ഈ യേശുദാസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ പറയുകയാണ്. അവരുടെ വീട്ടുകാരെ കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ യേശുദാസ് ഈ പെൺകുട്ടികൾ ജീൻസ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക വികാരം ഇന്നതാണ് എന്ന തരത്തിലൊക്കെ വിനായകൻ ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്നതാണ്. VS മരിച്ചപ്പോൾ, ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഒക്കെ തന്നെ വിനായകൻ്റെ തനി സ്വരൂപം കണ്ടതാണ് ആളുകൾ. ഈ അശ്ലീലം, അയാളുടെ പുഴുത്ത വാക്കുകൾ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ വരുന്നത് ആൾക്കാർ കണ്ടതാണ്. താമസിക്കുന്ന ഫ്ലാറ്റിൽ നഗ്നതാ പ്രദർശനം നടത്തിയതാണ്. അവിടെ ആളുകൾ എത്രമാത്രം ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടി എന്നത് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാകും. എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കുന്നു. കൊല്ലത്ത് ആഡംബര ഹോട്ടലിൽ താമസിച്ച് അവിടെ ബഹളമുണ്ടാക്കുന്നു. ഹൈദരാബാദിൽ വിമാനത്താവളത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി കശപിശമുണ്ടാക്കുന്നു. ഈ തരത്തിൽ വായി തോന്നിയത് പറയുന്ന തരത്തിലേക്ക് ഒരു കലാകാരൻ അധപ്പതിച്ചിരിക്കുന്നു. സലിംകുമാറിനെ അധിക്ഷേപിക്കുന്നു. അങ്ങനെ ഇയാൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ തന്നെ ഫേസ്ബുക്കിലൂടെ അസഭ്യം പറയുന്ന ഒരു നാലാംകിട വ്യക്തി പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഈ കലാകാരൻ മാറുന്നു എന്നത് ദുഃഖകരമാണ്. വിവരങ്ങൾ പങ്കുവച്ചത്.